ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ പൂർവികന്മാർ ഉപയോഗിച്ച വിൻഡോസ് 1.0 എന്നറിയപ്പെടുന്ന ഈ ഒരു വെർഷൻ നമ്മൾ വെർച്വൽ ബോക്സിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെയാണ്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുക, ഫുൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫയൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഫയൽ. എത്ര 1.5 MB ഫയലാണ് ഗൈസ്. നമ്മളിപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അന്നത്തെ സോഫ്റ്റ്വെയറേ അത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് വെർച്വൽ ബോക്സ്. ഞാൻ കഴിഞ്ഞൊരു ടൈനി 11 വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം വിൻഡോസ് 1.0 കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡർ സെലക്ട് കൊടുക്കുകയാണ്. ഞാൻ അപ്പോൾ തൽക്കാലം ഞാനൊരു വിൻഡോസ് 1.0 പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ISO ഇമേജ് ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. ഇതിൽ ഞാൻ ഏറ്റവും പഴയതായി വിൻഡോസ് 3.1 സെലക്ട് ചെയ്യാണ്. നമുക്ക് പക്ഷേ 1.0 ആണ്. ഓക്കെ, റാം നിങ്ങൾക്ക് 4 MB തന്നെ കൊടുത്താൽ മതി, ധാരാളമാണ്. ബട്ട് ഞാൻ ജസ്റ്റ് ഒരു GB കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊരു നമുക്ക് സ്റ്റോറേജ് കൊടുക്കാം. ഞാൻ 5 GB ലാവിഷ് ഉപയോഗിക്കട്ടെ. ഫിനിഷ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുമ്പ് സെറ്റിങ്സ് പോകണം. എന്നിട്ട് നമ്മൾ ISO സെലക്ട് ചെയ്ത് കൊടുക്കണ്ടേ. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റോറേജ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് MT എന്നുള്ള സംഭവമാണല്ലേ, ആ MT എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലോപ്പി ഡിവൈസിൻ്റെ സൈഡിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചൂസ് എ ഡിസ്ക് നിൽക്കുക. നമ്മുടെ ആ IMA ഫയലില്ലേ, ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ലോഡിങ് കഴിഞ്ഞു. ഓക്കെ, ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. നമ്മളെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പവറിങ് VM അപ്പ്. എന്ത് സംഭവിക്കുമോ എന്തോ. ഇപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുമോ ഗൈസ്? ഓക്കെ, ഒരു കറുത്ത സ്ക്രീൻ വന്നിട്ടുണ്ട്. ഒറാക്കിൾ VM വെർച്വൽ ബോക്സ് 7. ഓക്കെ ഗൈസ്, എന്തോ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യണ്ട അല്ല, അപ്പം ഇതാണോ OS? ഗായ്സ് നോക്ക്, ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ, കാൽക്കുലേറ്റർ എന്നൊക്കെ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്യാപ്ചർ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ മൗസ് അതിനുള്ളിലോട്ട് പോകും. പിന്നെ ബാക്ക് ആവണമെങ്കിൽ റൈറ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് കാൽക്കുലേറ്റർ ആണ് തോന്നുന്നു. അതന്നെ കാൽക്കുലേറ്റർ. പണ്ടത്തെ കാൽക്കുലേറ്റർ ഗൈസ്, നമ്മളെ പൂർവികന്മാർ യൂസ് ചെയ്ത കാൽക്കുലേറ്റർ. 5x6 എത്ര അവന്മാർക്ക് 30 കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഞാനൊന്ന് ബാക്ക് ആവുക ഗൈസ്? ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ക്ലോസ് ചെയ്തിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് കലണ്ടർ എടുത്ത് നോക്കാം. ഇതെന്തോന്നടേ സമയം കാണിച്ചു വെച്ചിട്ടുണ്ട്. 2024 ഒക്കെ വർക്കാവുന്നുണ്ടല്ലോ അല്ലേ. പിന്നെന്താ ഇവിടെ ഹലോ TXT. ഐ തിങ്ക് ഇത് നോട്ട് പാഡാണ് ഗൈസ്, നോട്ട് പാഡ്. അപ്പോൾ TXT ഫയൽ അന്നേ ഉണ്ട്. നമുക്ക് ഹലോ ഗൈസ്, ഞാൻ സത്യം പറയട്ടെ, എനിക്ക് എൻ്റെ PC ഇതിൻ്റെ പിക്സൽസ് എണ്ണി തീർക്കാൻ പറ്റുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഗൈസ്. എത്ര പറഞ്ഞാൽ ഇത്രയും സൂപ്പറാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച് കാൽക്കുലേറ്റർ മാത്രമേ വിൻഡോസ് 1 ഉണ്ടാവുള്ളൂ. ഇതിന് നമുക്കൊരു ക്ലോക്ക് ഉണ്ട്, ക്ലോക്ക് എടുത്ത് നോക്കാം. ഇതിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഗൈസ്, ജസ്റ്റ് ഒരു ക്ലോക്ക് അങ്ങോട്ടും കളിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി ഇതെങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യാമെന്നാണ് അടുത്ത ടാസ്ക്. ഇവിടെ പ്രിൻ്റ് റീനെയിം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ലോസ് അടിച്ചാലാവോ? സൂം ഗൈസ്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ക്ലോസിൻ്റെ മുകളിൽ പോയി മൗസ് ലീവ് ചെയ്യണം. ഓക്കെ, ദിസ് വിൽ എൻഡ് യുവർ വിൻഡോസ് സെഷൻ. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് നമ്മളെ വിൻഡോസ് 1 ഉള്ളത്. അതായത് നമ്മളെ പൂർവികന്മാർ യൂസ് ചെയ്ത വിൻഡോസ് 1. ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫൺ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ എക്സ്പെരിമെൻ്റൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വിൻഡോസ് 2.0 ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതുവരേക്കും ഈ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട കാര്യമാണ് ഗൈസ്. ഓക്കെ, അപ്പം അതുവരേക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ബൈ, സീ യു.